അതായത് ഇസ്രായേൽ ലെബനാൻ. ഇസ്രായേൽ ഹെസ്ബുള്ള സീസ്ഫയർ എന്ന് ഗ്ലോബലി തന്നെ ഇപ്പോൾ ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ലെബനാൻ സീസ്ഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് സംസാരിക്കാം. ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UAE-യിൽ ഒരു ചബാദ്, അതായത് ഒരു ജൂവിഷ് പുരോഹിതൻ കൊല്ലപ്പെട്ടതിന്റെ, വധിക്കപ്പെട്ടതിന്റെ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജിയോ പൊളിറ്റിക്സ് രൂപപ്പെട്ട് വരുന്നുണ്ട്. ട്രംപിന്റെ മരുമോൻ, അതായത് ജറാദ് കുഷ്ണറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മിഡിൽ ഈസ്റ്റ് അറബ് കമ്മ്യൂണിറ്റിക്കും ജൂവിഷ് കമ്മ്യൂണിറ്റിക്കുമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള അബ്രഹാം അക്കോർഡിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ മൊസാദും UAE-യുടെ പിന്നെ ഇന്റലിജൻസും കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ തുടർന്നത് പോയത്. പിടിക്കപ്പെട്ടിരിക്കുന്ന 3 പേരുടെയും കണക്ടിവിറ്റി ഇറാനിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UAE-ക്കും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വരാനുള്ള സാധ്യത മുന്നോട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് UAE ഇറാൻ ബന്ധം ഈ തൽക്കാലം കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷെ അത് വീണ്ടും ഒരു തകർച്ചയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇറാന്റെ ഭാഗത്തുണ്ട്, അതേപോലെ UAE-യുടെ ഭാഗത്തുണ്ട്. UAE എന്ന് പറഞ്ഞാൽ കുറച്ച് ലിബറലായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് തീരുമാനം എടുക്കുന്ന ഭരണകൂടമുള്ള ഒരു രാജ്യമാണ് UAE. അതിൽ പ്രത്യേകിച്ച് ദുബായ്. അപ്പം ദുബായ് എന്ന് പറയുന്നത് വളരെ ലിബറലായിട്ട് സെക്യുലറിസം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫെഡറൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് UAE-യിലെ ദുബായ് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ഇതിനെ കുറച്ചുകൂടെ സ്പോർട്ടീവായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് UAE-യുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു രണ്ടാമത്, അതായത് പഴയ നിലയിലേക്ക് ഒരു വിള്ളൽ വീഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും UAE-യും ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. യുഎസിന്റെ കോൺഗ്രസിൽ ഒരു നിയമം പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. ആ നിയമം ശരിക്കും പറഞ്ഞാൽ ഇറാനെതിരെയാണ്. അതായത് ഇറാന്റെ കില്ലിംഗ് പ്ലോട്ടുകൾ, ട്രംപിനെതിരെയുള്ള കില്ലിംഗ് പ്ലോട്ട്, അതേ UAE-യിൽ നടന്ന ഒരു കൊലപാതകം, അതേപോലെ ഗ്ലോബലി തന്നെ ഈ ഒരു ഇറാൻ ഇങ്ങനെ കൊട്ടേഷൻ ടീമുകളെ വിലയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ പ്ലോട്ട് തയ്യാറാക്കുന്നുള്ളതിന്റെ പേരിൽ ഗൂഢാലോചന നടത്തി ഇങ്ങനെ കൊല്ലാനുള്ള ഒരു പ്ലോട്ട് തയ്യാറാക്കുന്നതിന്റെ പേരിൽ ഒരു നിയമം ഇറാനെതിരെ അമേരിക്കൻ കോൺഗ്രസിൽ പാസ്സാക്കാനുള്ള ശ്രമം മുന്നോട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇസ്രായേലിന്റെ കഠിനമായ അറ്റാക്കിൽ 30 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 30 പേര് തീവ്രവാദികൾ മരിച്ചാലും ഇപ്പം മറ്റുള്ള, അതായത് ഇറാൻ, ലെബനാൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഓപ്പോസിറ്റിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് സിവിലിയൻസ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ലീഡർ കൊല്ലപ്പെട്ടു എന്നൊന്നും ഇപ്പൊ പറയുന്നില്ല, ഹിസ്ബുള്ളയുടെ കമാൻഡർ കൊല്ലപ്പെട്ടു, അതൊന്നും ഇപ്പൊ വരുന്നില്ല വെളിയിൽ. കാരണം ഇസ്രായേലിന്റെ മേളിൽ എത്രത്തോളം സിവിലിയൻസിന്റെ കണക്ക് കൂടുതൽ കെട്ടി വെക്കാൻ പറ്റുമോ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒക്ടോബർ 26-ന് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തതിന് അതിശക്തമായ രീതിയിൽ ബിയോണ്ട് ഇമാജിനേഷനിൽ റിറ്റാലിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിറിയ ബോർഡറിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തി. അതായത് സിറിയ ബോർഡറും ലെബനാൻ ബോർഡറും ക്രോസ് ചെയ്യുന്ന ഒരു ബോർഡർ ക്രോസിംഗിന്റെ ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. അപ്പൊ അത് എന്തിനാണെന്നുള്ളത് പലർക്കും അറിയാത്തൊരു വിഷയമായിരുന്നു. അപ്പൊ ഇന്നലെ ഇസ്രായേൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിന്റെ ചെറിയ ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെക്കാം. അതായത് സിറിയയ്ക്കും ലെബനാനും ഇടയിൽ അണ്ടർഗ്രൗണ്ടിൽ ലോങ് റൂട്ടിൽ ടണൽ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ ടണലിലൂടെയാണ് ഇവർ വെപ്പൺ സപ്ലൈ നടത്തുന്നത്. ഇത് മൊസാദ് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്തത്. കൃത്യമായിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്ത് ആ വഴി ഇപ്പൊ ബ്രോക്കൺ ആണ്. അത് ബങ്കർ ബസ്റ്റർ ബോംബിട്ടാണ് തകർത്തിരിക്കുന്നത്. 2 സിവിലിയൻ കാഷ്വാലിറ്റി ആ അറ്റാക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മനസ്സിലാക്കണം, സിറിയയിൽ അറ്റാക്ക് ചെയ്താൽ ഇപ്പൊ സിവിലിയൻ ആണ്, എവിടെ അറ്റാക്ക് ചെയ്താലും ഇപ്പൊ സിവിലിയൻ ആണ്. ഇപ്പൊ ടെററിസ്റ്റുകളൊക്കെ മാറി, ഇപ്പോഴാണ് പെട്ടെന്ന് സിവിലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് മാറിയത്. അതായത് ഇപ്പൊ ഈ ICC കോർട്ടിൽ ഒരു ഉത്തരവ് വന്നല്ലോ, അതിനുശേഷമാണ് പെട്ടെന്ന് ഇവരെല്ലാം സിവിലൈസ്ഡ് ആയത്. അതിന് മുമ്പ് വരെ ഇവർ പോരാളികളെല്ലാം പെട്ടെന്ന് ഇപ്പൊ സിവിലൈസ്ഡ് ആയി. ഇപ്പം കൂടുതൽ സിവിലിയനെ കൊല്ലുന്നേ എന്നുള്ള നിലവിളികളാണ് കേട്ടു തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ബെയ്റൂത്തിൽ സിറ്റിയിൽ നടത്തിയ അറ്റാക്കാണ്. ശരിക്കും പറഞ്ഞാൽ അറ്റാക്കിൽ യാതൊരുവിധ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് അറ്റാക്ക്. കൂടുതൽ ഈ ഫൈറ്റർ ജെറ്റുകൾ പറത്തുന്നതും അതുപോലെ ഈ ബോംബ് ഇടുന്നതും എല്ലാം കൂടുതലും ലേഡീസ് ആണ്. അവരുടെ ഒരു പ്രൊഫൈൽ തന്നെ അവർ വീഡിയോ ആയിട്ട് IDF-ന്റെ ഒരു പേജിൽ തന്നെ അവർ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അവരുടെ ഫൈറ്റർ പൈലറ്റുകൾ എല്ലാ ലേഡീസാണ്. ഈ ലേഡീസാണ് രാവിലെ നേരം വെളുത്തോടനെ ഈ ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ബോംബ് ഇടുന്നത്. അപ്പൊ ആ രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരുപാട് ലേഡീസിനെ ഇവർ ഗ്രൗണ്ട് ഫോഴ്സിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ഈ ടാങ്കർ, ഈ ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന സംഘമാണ് ഈ ടാങ്കറിനെ അറ്റാക്ക് ചെയ്യുന്ന ടീമുകൾ. അത് ടാങ്കറുകളാണല്ലോ ഗ്രൗണ്ട് ഫോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ടാങ്കറുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ടീം, ട്രെയിനിങ് കിട്ടിയ ടീം ഹിസ്ബുള്ളയുടെ ഉണ്ട്. അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് ഈ ലേഡീസ് ഉള്ളിൽ പോയിരുന്നത്. ഇന്നലെ ഒരു ലേഡി സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ലേഡീസ് ഫോഴ്സും ഈ ഗ്രൗണ്ട് അറ്റാക്കിൽ
മുൻപന്തിയിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ പരത്തുന്നതിലും അവർ നമ്പർ 1 തന്നെയാണ്. ഇൻഫാക്ട് ഇറാന്റെ മേളിൽ പരത്തിയതിലും ലേഡീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ തുരുതുര ഇവിടെ പിന്നെ ലെബനാനിലെ അടിച്ച് പരത്തി കളയുന്നതെല്ലാം ലേഡീസ് ആണ്. വെസ്റ്റ് ബാങ്കിൽ ജൂവിഷ് സെറ്റിൽമെന്റിന്റെ അടുത്തുള്ള ഈ ഒരു പിന്നെ അറബ് സെറ്റിൽമെന്റുകൾ, അതായത് ഇങ്ങനെ ഈ ഒരു ഇതിനു മുമ്പും അവിടെ എപ്പോഴും ഒരു സ്ഥലത്തിന് ഒരു ക്ലാഷ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്ഥലത്തിന് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഒരു തർക്കമുണ്ട്. എന്ത് തന്നെ സെറ്റിൽമെന്റിൽ അവിടെ ബോർഡർ ഉണ്ടെങ്കിലും ഗേറ്റ് ഉണ്ടെങ്കിലും അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്യൂ അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇവര് പിന്നെ ഈ JCBയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു പിന്നെ ഇതെല്ലാം ആ വെസ്റ്റ് ബാങ്ക് ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്കിൽ ജൂവിഷ് സെറ്റിൽമെന്റുകളായിട്ട് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ജുദേയ സമാരിയ എന്ന് പറഞ്ഞ് ഈ ഒരു ഇസ്രയേൽ അവകാശപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള അറബ് സെറ്റിൽമെന്റുകളെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും അടുത്തൊരു വെസ്റ്റ് ബാങ്ക് യുദ്ധത്തിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ള പേടിയും കൂടെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇന്നലെ തൊട്ട് ആ ഒരു ദൗത്യം IDF മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലെബനാന്റെ ഉള്ളില് ഈ ബെയ്റൂത്തിലും ബാക്കി ഈ ഒരു പിന്നെ മെറ്റൂല ഈ ഭാഗങ്ങളിലൊക്കെ മെറ്റൂലയിൽ ബോംബിടുന്നത്, ഈ മെറ്റൂലയിലും ബെയ്റൂത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ വെറുതെ ചെന്ന് ബോംബിടുന്നതല്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങൾ, ഹിസ്ബുള്ളയുടെ ബിൽഡിങ്ങുകൾ, ഹിസ്ബുള്ളയുടെ അസറ്റുകൾ നോക്കിയിട്ടാണ് അടിക്കുന്നത്. ഈ ബോംബിട്ട് അടിച്ച് വീഴുന്ന ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിംഗ് എല്ലാം ഹിസ്ബുള്ളയുടെ അസറ്റുകളാണ്. അതൊക്കെ ഹിസ്ബുള്ളയുടെ വരുമാന കേന്ദ്രങ്ങളാണ്. അപ്പൊ അത് നോക്കിയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലാതെ ഇസ്രയേൽ കണ്ണും പൂട്ടി പോയി ബോംബിടുന്നതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം അലേർട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഇസ്രയേൽ എന്താണ് കണ്ണും പൂട്ടി അങ്ങ് അടിച്ച് തള്ളുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റാണ്. ഹ്യൂമൻ ലൈഫിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർ പ്രയർ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നീ തീവ്രവാദിയാണോ, എന്താണോ, നീ ഹിസ്ബുള്ളയാണോ, നീ സിവിലിയൻ ആണോ, നീ ഇറങ്ങി പൊക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 മണിക്കൂറിന് 3 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസത്തിന് മുമ്പൊക്കെ അവർ അലേർട്ട് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ മേഖലയിലാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് മാറിപ്പോകുന്നേ ഉള്ളൂ. ആ രീതിയിൽ കൺസേണോട് കൂടിയാണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ വീണ്ടും മാറിപ്പോവാത്ത ആൾക്കാർ, തീവ്ര നിലപാടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ വീണ്ടും താമസിക്കുന്നത്. അവർ ചിലപ്പോൾ വിചാരിക്കും നമ്മളെ ബിൽഡിംഗ് തകർക്കത്തില്ല എന്നുള്ളത്. ചിലപ്പോൾ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല ഇത് ഹിസ്ബുള്ളയുടെ ബിൽഡിംഗ് ആണെന്നുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് ആ ബിൽഡിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇസ്രയേൽ ഒരിക്കലും മുൻകൂട്ടി പറയത്തില്ല. അടിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇന്ന കാരണത്തിന് വേണ്ടി അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഈ അറ്റാക്ക് ചെയ്ത ബിൽഡിങ്ങുകളെല്ലാം ഹിസ്ബുള്ളയുടെ അസറ്റുകളായിരുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നത്. 57,545 ട്രക്കുകൾ ഈ വാർ തുടങ്ങിയ ദിവസം മുതൽ ഇന്ന ഡേറ്റ് വരെ 57,545 ട്രക്കുകൾ, എയ്ഡ് ട്രക്കുകൾ, സഹായം കൊടുക്കുന്ന ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ കടത്തിവിട്ടിട്ടുണ്ട് ഇസ്രയേൽ. അതിന്റെ കണക്കും ഒരു ചാർട്ടും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാർട്ട് ഇവിടെ ആഡ് ചെയ്യാം. ആർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത്രയും പിന്നെ എയ്ഡ് ഗാസയ്ക്കുള്ളിൽ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിന്റെ മെഡിക്കൽ സപ്ലൈസ്, വാട്ടർ എത്ര, ഫ്യൂവൽ എത്രയാണ്, ഇതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. IDFന്റെ ട്രൂപ്പ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. IDFന്റെ ട്രൂപ്പ്, IDFന്റെ 91 ഡിവിഷൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ 91 ഡിവിഷൻ 2000-ന് ശേഷം, അതായത് ഈ 2000-ന് ശേഷം ഇപ്പോഴാണ് ലിറ്റാനി റിവർ സൗത്ത് ഭാഗത്തേക്ക് കടന്നു പോയിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 2006-ൽ തന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. 2000-ന് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗം വരെ ഇവർ പോയിരിക്കുന്നത്. അവിടെ പോയി ഒരുപാട്, അതായത് ഞാനിപ്പം ലിസ്റ്റ് കാണിക്കുന്ന അത്രയും വെപ്പൺസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഡിസ്ട്രോയ് ചെയ്യേണ്ട സാധനങ്ങൾ അവിടെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള റോക്കറ്റിംഗ് പിന്നെ ലോഞ്ചറൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, നോക്കിക്കോ നിങ്ങൾ. ആ രീതിയിലുള്ള സാമഗ്രികളെല്ലാം അവിടെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. 100 കണക്കിന് റോക്കറ്റുകൾ അവിടെ നിന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങൾ അവിടെ നിന്ന് പിടിച്ചെടുത്ത് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ ഹാൻഡ് കൊടുക്കും. പക്ഷേ ഈ ഒരു സീസ് ഫയറിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഓക്കെ പറയിച്ച ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ അതാണ് ജോ ബൈഡന്റെ കുരുട്ട് ബുദ്ധി. ജോ ബൈഡൻ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന കണക്കാണ് പെരുമാറുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മാക്രോൺ ആണ്. ഇമാനുവൽ മാക്രോണിന്റെ സ്വത്തുക്കൾ മൊത്തം ലെബനാനിൽ കിടപ്പുണ്ട്. ഈ ടോട്ടൽ എന്ന് പറഞ്ഞ ഗ്യാസും എനർജിയുടെ എല്ലാം കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ ഉണ്ട്. അപ്പൊ അതൊന്നും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധ സ്വഭാവം കൊണ്ട് മാക്രോൺ കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഇരയാവേണ്ടി വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അപ്പൊ അത് കൂടാതെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ അവിടെ, മറ്റേ ട്രൂഡോ, പക്വതയില്ലാതെ നിറോ രാജകുമാർ എന്നാണ് പറയുന്നത് അവന്. പിന്നെ ആ രീതിയിലാണ് അവന്റെ പെരുമാറ്റങ്ങൾ. അവൻ എന്ത് ചെയ്യുന്നെന്ന് അവന് തന്നെ ഒരു ബോധമില്ലെന്ന്. ആ രീതിയിൽ അയാളും കൂടെ ചേർന്നിട്ട് ഗൂഢാലോചന നടത്തി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഓക്കെ പറയുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇവർ UN-ൽ ഇപ്പോൾ ഓൾറെഡി ICC-യിൽ നിങ്ങളുടെ പേര് അവിടെ ലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്ക പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ 2 മാസത്തിന് മുമ്പ് കേൾക്കാതെ കുറെ അറ്റാക്ക് ഒക്കെ നടത്തി, കുറെ അസാസിനേഷൻ ഒക്കെ ചെയ്തല്ലോ, കുറെ എലിമിനേഷൻ ഒക്കെ ചെയ്തു. അതായത് ഇസ്മായിൽ ഹാനിയ,
അങ്ങനെ കുറെ ആൾക്കാർ, കുറെ തീവ്രവാദികളൊക്കെ വധിച്ചു. അപ്പൊ അത് അമേരിക്കയുടെ പിന്നെ അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കാതെയാണ് നെതന്യാഹു പിന്നെ ഓൺ ഇൻട്രസ്റ്റ്, പുള്ളിയുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് അത് നടപ്പിലാക്കിയത്. അപ്പൊ അതൊന്നും അമേരിക്കയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ അവിടെ തൊട്ടേ ഒരു ക്ലാഷ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ UN വെച്ച് നെതന്യാഹുവിനെ പൂട്ടും. ഇനി അടുത്ത് വരുന്ന UN കമ്മിറ്റിയിൽ, കാരണം ട്രംപ് വന്ന് ഇനി കസേരയിൽ ഇരിക്കേണ്ടത് ജനുവരി 21, 22 ആ ഡേറ്റ് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1.5 മാസം സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ യുവമാര് ഒരു തീർപ്പാക്കി കൊടുക്കും. അപ്പൊ അതിനെ ഒരു പിന്നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇസ്രയേൽ ലെബനാൻ സീസ് ഫയർ എന്നുള്ള ഒരു എഗ്രിമെന്റിലേക്ക് വരുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 124 രാജ്യങ്ങളായിട്ടുള്ള ഈ ഒരു ICC, അതേപോലെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മെജോറിറ്റി ആൾക്കാർ ഇസ്രയേലിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് രാജ്യങ്ങൾ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UN പോയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഇസ്രയേലിന്റെ ഒരു സപ്പോർട്ടിന് അതൊരു വീഴ്ച വരുത്തും. ഇപ്പം ഈ ഒരു സമയത്ത് ഇസ്രയേലിന്റെ സപ്പോർട്ട് അളക്കേണ്ടതില്ല എന്നുള്ള ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷനാണ് നെതന്യാഹു എടുത്തത്. അതുകൊണ്ടാണ് ശരി, ഞാൻ കുറച്ച് കണ്ടീഷൻസ് പറയാം, ആ കണ്ടീഷൻസിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സീസ് ഫയറിലോട്ട് പോകാന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നെതന്യാഹു കണ്ടത് 2 അഡ്വാൻറ്റേജ് ആണ്. ആ 2 അഡ്വാൻറ്റേജിൽ ഒന്ന്, ഗോലാൻ ഹൈറ്റ്സ്, വെസ്റ്റേൺ സൈഡിലെ ഗോലാൻ ഹൈറ്റ്സ് ഭാഗത്തിരുന്ന് അവിടെ നിന്ന് മാറിപ്പോയ ഇസ്രയേലി ആൾക്കാരുണ്ട്. ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് മാറിപ്പോയ ആൾക്കാരുണ്ട്. അവരെ പിന്നെ തിരിച്ച് സെറ്റിൽമെന്റ് കൊണ്ടുവന്ന് ഇരുത്തുക എന്നുള്ളതാണ്. അത് നമ്പർ 1. രണ്ടാമത്, ഈ ഗാസയിൽ ഹിസ്ബുള്ള സെപ്പറേറ്റ് ആവും. ഹിസ്ബുള്ളയെ സീസ് ഫയറിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ ഗാസയെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കിട്ടും. അപ്പൊ അവിടെ ഹമാസ് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇതുകൊണ്ട് ഇസ്രയേലിൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് സോൾജേഴ്സിന്റെ അവൈലബിലിറ്റി ഗാസയ്ക്കുള്ളിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്താൻ കഴിയും. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതിൽ ഇസ്രയേൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതായത് സൗത്ത് ലെബനാൻ ഭാഗത്ത് അവിടെ നിന്ന് റീപ്ലേസ്മെന്റ് ആയി പോയി അവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്യപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ വന്ന് താമസിക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗത്തേക്ക് കടന്നു പോകണം ഹിസ്ബുള്ള. ഇപ്പൊ ഈ സോകോൾഡ് ബഫർ സോൺ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പിന്നെ യുനിഫിലിന്റെ സോൾജേഴ്സ് നിൽക്കുന്ന ആ ഭാഗത്ത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. ഒരു രീതിയിലുള്ള വെപ്പണറീസോ ആർട്ടിലറീസോ ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം എടുത്തോണ്ട് പൊക്കണം. അതിന് എഗ്രിമെന്റിന് ഓക്കെ ആണെന്നെങ്കിൽ മാത്രമാണ് ഈ സീസ് ഫയർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഒരു സീസ് ഫയർ വിത്ത് ലെബനാൻ ആണ്, സീസ് ഫയർ വിത്ത് ഹിസ്ബുള്ള അല്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ സീസ് ഫയർ എന്നുള്ള ഒരു പേരിന് വേണ്ടി മാത്രം, അതായത് ബൈഡൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിന് ഒരു അറുതിയും വരുത്താതെ ഒരു തീരുമാനം എടുക്കാതെ കഴിവില്ലാതെ ഇറങ്ങിപ്പോയ ഒരു ഭരണകൂടം എന്നുള്ളതിനുപരി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതിനൊരു തീരുമാനം വെച്ചിട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൈഡൻ ഇതിനു വേണ്ടിയിട്ട് കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങി തിരിച്ചു വന്നിരിക്കുന്നത്. അതിനാണ് നെതന്യാഹു ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രയേലിന്റെ ഭാഗത്ത് അവർ ഓക്കെയാണ്. പക്ഷേ ഇസ്രയേലിന്റെ റൈറ്റ് വിങ്, ഇസ്രയേലിന്റെ ഫാർ റൈറ്റ് വിങ്ങിന് ഇത് ഓക്കെ അല്ല. കാരണം ഇപ്പോഴും തുരിതര അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 10 റോക്കറ്റ് 15 റോക്കറ്റുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹിസ്ബുള്ള അറ്റാക്കിംഗ് നിർത്തുന്നില്ല. സീസ് ഫയർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡോമിനേറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റേ ആൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിലാണ് സീസ് ഫയർ വരുന്നത്. അല്ലാതെ ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സീസ് ഫയറിലോട്ട് എത്തുന്നതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ബെൻ ഗീവർ എന്ന് പറഞ്ഞ സെക്യൂരിറ്റി അഡ്വൈസർക്കൊക്കെ നല്ല രീതിയിലുള്ള വിയോജിപ്പ് ഇതിനകത്തുണ്ട് ഈ സീസ് ഫയറിനകത്ത്. എന്നാൽ ക്യാബിനറ്റ് മാത്രം അപ്രൂവ് ചെയ്താൽ മതി. ഇതിൽ നെസറ്റോ അല്ലെങ്കിൽ പിന്നെ എൻറ്റയർ പാർലമെന്റിന്റെ അപ്രൂവലോ ഈ സീസ് ഫയറിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ക്യാബിനറ്റ് മാത്രമാണ് അപ്രൂവ് ചെയ്യേണ്ടത്. ഇന്ന് അപ്രൂവ് ആക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സീസ് ഫയറിന് പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ. ബെഞ്ചമിൻ നെതന്യാഹു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഞാനിപ്പോ തടഞ്ഞു വെച്ചതായിട്ട് വേണ്ട, എനിക്ക് സീസ് ഫയറിന് സമ്മതമാണ്, ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയിരിക്കുന്നത്. പക്ഷെ ഇത് ഏത് രീതിയിൽ സക്സസ് ആവും എന്നുള്ളത് ഇനി ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് അറിയിക്കേണ്ടതാണ്. 60 ദിവസത്തെ ലോങ് പ്രോസസ് ആണ്. ഈ 60 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാം? ഈ 60 ദിവസത്തിന്റെ ഇടയിൽ ഒരു വെളിച്ചം കാണുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഡൊണാൾഡ് ട്രംപ് ജയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അയാൾ വന്ന് പിന്നെ കസേരയിലിരിക്കുകയും അയാളുടെ മരുമോനായിട്ടുള്ള ജെറാൾഡ് കുഷ്ണർ ഇപ്പൊ ഇന്ന് ഇത്രയെല്ലാം, അതായത് ഈ ഒരു UAE ഒരു റബായ് കൊല്ലപ്പെട്ടതിൽ ലോകത്ത് ഒരാൾക്കാരും ഇപ്പൊ ബൈഡൻ ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഒരു പരാമർശം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബൈഡൻ പറഞ്ഞിട്ടില്ല, സൗദി ഭരണകൂടം പറഞ്ഞിട്ടില്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ്രയേൽ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരേ ഒരു വ്യക്തി, ഈ ജെറാൾഡ് കുഷ്ണർ, ഈ ട്രംപിന്റെ മരുമോൻ മാത്രമാണ് ഈ ഒരു റബായുടെ പിന്നെ കൊലപാതകത്തിന് വളരെ കർശനമായ രീതിയിൽ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് ട്രംപിന്റെ ഒരു വരവാണ്. അപ്പൊ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇസ്രയേലിന് തീരുമാനിക്കാൻ കഴിയുന്നത്. അപ്പൊ 60 ദിവസത്തേക്ക് ഇസ്രയേലിന്റെ സൈന്യം ഈ ഒരു ലെബനാന്റെ ബഫർ സോൺ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവും, ആ ഏരിയയിൽ. അതായത് ലിറ്റാനി റിവറിന്റെ സൗത്ത് വരെ ഈ ഒരു ആർമിക്ക് IDF പോയി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാം, അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ഭാഗികമായിട്ട് ഒരു വിക്ടറിയും തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീസ്ഫയറാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതെന്നാലും ഇത് ഓപ്പോസിറ്റിലുള്ള ഹിസ്ബുള്ള സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതിന് അനുസരിച്ചിരിക്കുന്നു ബാക്കി കാര്യം. കാരണം ഇനിയിപ്പോൾ ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്യണമല്ലോ, അവരിനിപ്പോൾ എന്താണ് തീരുമാനിക്കുന്നത് അറിയത്തില്ല. അവരിപ്പം ഇതാ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്ത് തീരുമാനം എടുക്കും നമുക്കറിയത്തില്ല. അതിൽ ജോർദാൻ ഭാഗത്ത് 360 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിങ് ഇടുന്നുണ്ട്. അവിടെ ബോർഡർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഹൈ ടെക്നോളജിയുള്ള സർവൈലൻസും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ജോർദാൻ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ കർശനമായ നടപടിക്രമങ്ങളിലൂടെയും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇനി വെസ്റ്റ് ബാങ്കിലോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഫെൻസിംഗ് ആണ് അവിടെ ഫെൻസിങ് അറേഞ്ച് ചെയ്യുന്നത്. അതിന് തീരുമാനമായിട്ടുണ്ട്, അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റി ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിന്മയ് ദാസ് എന്ന് പറഞ്ഞൊരു സന്യാസിയെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. മൈനോറിറ്റിക്ക് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ആളിന് 25-ാം തീയതി കഴിഞ്ഞ 25-ാം തീയതി എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് ഡാക്ക എയർപോർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്. അതിനെ നല്ല രീതിയിൽ പിന്നെ കൺടെംപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നുള്ളതും എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ടി വരും. പക്ഷേ ഇത് പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഇത് മൈനോറിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവിടെ ബംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റി ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാനിൽ പുതിയ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാർ തന്നെ. ഈ എക്സ് പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഓൾറെഡി 2-3 തീവ്രവാദ സംഘടനകളുണ്ട്. അത് കൂടാതെയാണ് ഇപ്പൊ ഇതാ ഒരു പിന്നെ പുതിയ ഒരു ഇമ്രാൻഖാൻ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഇത് ഏതാണ്ട് ഇന്നലെ മുതൽ ഇന്ന് വരെ ഏതാണ്ട് 80 പേരെ കൊന്ന് കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അവർ ഇമ്രാൻഖാന്റെ സപ്പോർട്ടേഴ്സ് അവിടെ ലഹള ഉണ്ടാക്കി 80 പേരെ കൊന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 80 പേരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായിട്ടുള്ള ഓഫീസർമാരാണ്. അവരെയാണ് വധിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഷിയ സുന്നി ഇഷ്യൂ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു പിന്നെ 42 പേര് കൊല്ലപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ഷിയാക്കൾ പോയ റാലിയിൽ തോക്കെടുത്ത് വെടിവെച്ച കേസ്. അപ്പൊ അതിനെ തുടർന്ന് ഷിയ സുന്നി ഇഷ്യൂ നല്ല രീതിയിൽ ഇപ്പം കൂടി വന്നിട്ടുണ്ട്. അവിടെ അതിനുള്ള ഒരു ലഹള ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ ടെൻസ്ഡ് ആണ്. പാകിസ്ഥാൻ ഏത് നേരത്തും ഒരു സിവിൽ വാറിലോട്ട് പോകുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മിലിറ്ററി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല. ഇനി അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അവിടെ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയാൽ അത് വേറൊരു രീതിയിലേക്ക് മാറിപ്പോവാനും ഈ ഭരിക്കുന്ന ഭരണം തന്നെ തകിടം മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് വളരെ കർശനമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ടാക്സേഷനിലാണ്, അതായത് താരിഫ്, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ താരിഫ്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുന്ന സാധനങ്ങൾക്ക്, കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും USA ഇറക്കുന്ന സാധനങ്ങൾക്ക് 35% ടാക്സ് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും ട്രൂഡോയ്ക്കും മെക്സിക്കോയ്ക്കും കൊടുക്കുന്ന ഒരു അടിയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ട്രൂഡോയ്ക്ക് ഇതിൽ കൊടുക്കുന്ന വലിയൊരു അടിയാണ്. കാരണം ട്രൂഡോയ്ക്ക് മാത്രം വെച്ചാലല്ലേ പ്രശ്നമുള്ളൂ, മെക്സിക്കോയും കൂടെ ചേർത്ത് വെക്കാം, അപ്പോൾ പ്രശ്നമില്ലല്ലോ. എന്നെ മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ടാർഗറ്റഡ് ആയിട്ട് എനിക്ക് മാത്രം താരിഫ് കൂട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അത് കൂടാതെ ചൈനയുടെ താരിഫ് ഓൾറെഡി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഒരു 10%, ചൈനയുടെ മേളിൽ ഒരു 10% വർധനവും, അത് നിലവിലുള്ള താരിഫിനേക്കാളും ഒരു 10% കൂടെ കൂടുതൽ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ പണി തുടങ്ങി കഴിഞ്ഞു. പിന്നെ ഈ രീതിയിലാണ് ഇപ്പൊ അവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് വരുന്ന ഫസ്റ്റ് മന്ത് ജനുവരിയിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാർ മുന്നോട്ട് നീക്കുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഇന്ത്യയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൂടാതെ അവിടെ ഡീപ്പോർട്ടേഷൻ, അതായത് ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടും അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ജനുവരിയിൽ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ഗ്ലോബൽ പ്രഷർ അമേരിക്കയിൽ നിന്ന് നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് അമേരിക്കയെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇനി ഇന്ത്യയുമായിട്ടുള്ള പിന്നെ ടാക്സേഷൻ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാവുന്നുള്ളത് അത് ട്രംപ്, പ്രൈം മിനിസ്റ്റർ മോദി ഒരു തവണ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ആ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.